അവനൊന്ന് ഹലോ നമസ്കാരം, എല്ലാവർക്കും ജസ്വലോകിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 4 പോത്തും കൂടിയുള്ള വാങ്ങിച്ചു. മൊത്തം 5 വാങ്ങിച്ചു. ഞാനെടുത്ത 4 എണ്ണത്തിനെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. സുരേന്ദ്രേട്ടൻ പറഞ്ഞാൽ ചെറുതാണ് എടുത്തത്, 94 കിലോ എടുത്തത്. ഞാൻ ഏകദേശം ഒരു 115 112, അതായത് ഈ തൂക്കമല്ല പിറ്റേ ദിവസം വന്നപ്പോൾ. ഇത് ഞങ്ങൾ ലോഡ് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ സെലക്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കി. അതിനേക്കാളും വിട്ട് ഓരോന്ന് 4ഉം 3ഉം 2 കിലോനൊക്കെ മാറ്റം, 1 കിലോനൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളാരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ട പോത്തുങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് 4 എണ്ണം. ചെറിയ കുട്ടികളാണ് നമ്മൾ എടുത്തേക്കണേ. ഒരെണ്ണം 172 കിലോ, ഒരെണ്ണം 175 കിലോന്നാണ് തോന്നുന്നു, ഒരെണ്ണം 146 കിലോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തേക്കണേ. ഏകദേശം ഒരു റേഞ്ച് കേട്ടോ. പിന്നെ 115 112 അങ്ങനെ 4 എണ്ണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനേക്കാളും 1 2 3 4 കിലോനൊക്കെ ചെറിയ പോത്തുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് വലിയ പോത്തും, അതായത് 172 പിടിച്ചതാണ് 4 കിലോ കൂടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ 1 കിലോനും 2 കിലോനൊക്കെ മാറ്റം വന്നിട്ടുള്ളൂ. അതായത് മൊത്തം ഒരു 7-8 കിലോൻ്റെ ഡിഫറൻസ് വന്നിട്ടുള്ളൂ 4 പോത്തിനും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അതായത് സ്ഥലം നമ്മുടെ കുതിരാൻ മുറ ഫാം റിജേട്ടൻ്റെ കേട്ടോ. ഒരുത്തനെ കാലുമ്മ ചെറിയൊരു മിസ്സിങ് ഉണ്ടായതിൻ്റെ, അപ്പോൾ അവനെ മാറ്റി കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഫാമാണ്. കേരളത്തിലെ ഒത്തിരി നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് റിജേട്ടൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടുള്ള ഈ ഒരു കുട്ടി കണ്ടില്ലേ നിങ്ങൾ, 108 കിലോ 110 കിലോനോ 11 കിലോനോ 2 കിലോനോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് റിജേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടികളെ വേണം. അപ്പോൾ ലോഡ് വന്നാൽ നമ്മളൊന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പോരാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് പിന്നാലെ റിജേട്ടൻ നാളെ തൂക്കിയാൽ പോരാ, ജസ്റ്റ് ഒന്ന് തൂക്കം നോക്കാനാണ്. അപ്പോൾ ആളും കൂടി വന്ന് നമ്മൾ ജസ്റ്റ് തൂക്കി ചെറിയ മാറ്റം വരുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോഡ് വന്നതിൻ്റെ കാലത്താണ് എന്നോട് ചെല്ലാൻ പറഞ്ഞത്. ലോഡ് വന്നതിൻ്റെ വൈകുന്നേരം വന്നു, കാലത്ത് പോരേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാലത്ത് പോകാനും പറ്റിയില്ല, ഉച്ചയ്ക്ക് പോകാനും പറ്റിയില്ല. ഉച്ച തിരിഞ്ഞാണ് ഞാൻ പോയത്. അപ്പോഴേക്കും കുറച്ച് കുട്ടികൾ പോയിരുന്നു. എന്നാലും നമുക്ക് വേണ്ട കുട്ടികളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നിർത്തി. പിന്നെ പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ടാണ് നമ്മൾ കൊടുന്നത്. അപ്പോൾ നമ്മൾ 2 ചെറുകുട്ടികളും ഞാൻ പറഞ്ഞില്ലേ, ഒരു 110-ൻ്റെ 115-ൻ്റെ 145-ൻ്റെ 175-ൻ്റെ അങ്ങനെയുള്ള ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം കണക്കാണ്, 1 കിലോന് 1/2 കിലോനൊക്കെ മാറ്റം വരും കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റം വന്നൊന്നും ആരും പറയാതിരിക്കേണ്ട. നമുക്ക് ഏകദേശം മൊത്തം തൂക്കം വന്നുള്ള 543 കിലോനാണെന്ന് തോന്നുന്നു. അതായത് ഏകദേശം 1,06,000 സംതിങ്, 1,06,000 രൂപയാണ് നമ്മൾ കൊടുത്തേക്കണേ. അപ്പോൾ 1,06,000 × 195 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്ര കിലോ വന്നുള്ളത് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ പോത്തുകൾ ഇവനാണ് ലേശം വലിപ്പമുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു പ്രാവശ്യം കുട്ടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചന്തയിൽ ഒരു പ്രാവശ്യം കയറി ഇറങ്ങി, നല്ല വിലയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിലുള്ള കുട്ടികളൊന്നും വരുന്നില്ല. അതിനുള്ള കുറേ കാരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പം നമുക്ക് ഈ നമ്മളെടുത്ത കുട്ടികളുടെ വിശേഷത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ സുരേന്ദ്രേട്ടനും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ സെലക്ഷൻ വേണ്ടിയിട്ടില്ല, ആൾക്ക് ജസ്റ്റ് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികളുടെ കേസ് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനാളും കൂടി ആളുടെ എൻ്റെ സമയം നോക്കി നമ്മൾ പോയി. അപ്പോൾ ആൾ തൂക്കാൻ പോണ കണ്ടീഷനാണ് കാണുന്നത്. നമുക്ക് കുതിരാനിൽ ഇപ്പോൾ ഈ 10-50 കുട്ടികളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുക ഒരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. എല്ലാം നല്ല കുട്ടികളായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു സെലക്ഷൻ നടത്തി. അതിനുള്ള സൗകര്യം ചെയ്തു തന്ന റിജേട്ടന് നമ്മൾ ഒത്തിരി നന്ദി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോഡ് വന്നപ്പോൾ തന്നെ നമ്മൾ വിളിച്ചത് ചെയ്തോളാൻ പറഞ്ഞ് നമ്മളപ്പോൾ നമ്മളോട് ലോഡ് ഇറങ്ങിയ വഴിക്ക് തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലത്ത് തന്നെ പോന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സമയവും സൗകര്യം കിട്ടിയില്ല. അപ്പോൾ ഇനി കഥയിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബിൽ ആകെ കൂടി ഒരൊറ്റ ഫാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വീഡിയോ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ GB കുട്ടികളെടുത്തു. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഫാമിൽ നിന്ന് കുട്ടികളെടുക്കണം. ഈ ഒരു 8-10 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഫസ്റ്റത്തെ പ്രാവശ്യം GB ഫാമിൽ നിന്നാണ് എടുത്തത്. എനിക്ക് നല്ല കുട്ടികൾ തന്നെയാണെന്ന് കേട്ടോ. GB നല്ല കുട്ടികൾ തന്നെയായിരുന്നു, നല്ല വളർച്ചയും കിട്ടിയിട്ടുള്ളത് ഉള്ളതുമാതിരി പറയാമല്ലോ. പക്ഷേ നമുക്ക് അന്ന് ചന്തയിൽ നിന്ന് നല്ല കുട്ടികളെ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അതിൻ്റെ കാരണങ്ങൾ കുറേ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ അത് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, എന്താണ് ഞാൻ ഈ പ്രാവശ്യം ചന്തയിൽ കയറാഞ്ഞെന്ന്.
ഞാൻ ഒരു ചന്തയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു 6:45 തൊട്ട് തൃശ്ശൂർ ചന്തയിൽ 9:15 വരെ നിന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ 1-2 കിട്ടിയെങ്കിലും വില ഭയങ്കര വിലയായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ആ ചന്തയിലത്തെ കേസ് അവിടെ നിൽക്കട്ടെ, നമുക്കത് ഇവിടെ വിഷയം വിടാം. അത് നമുക്ക് വേറൊരു ദിവസം വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ പറയാം എന്താണ് കാരണം. അപ്പോൾ ഞാൻ കുതിരാനിലത്തെ ഒരു കഴിഞ്ഞ കൊല്ലം ജൂൺ ജൂലൈയിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അതോ മെയ് മാസമാണെന്ന് എനിക്ക് ഉറപ്പില്ല. മെയ്യിലോ ജൂണിലോ ജൂണിൽ, അതായത് കഴിഞ്ഞ വലിയ പെരുന്നാൾ കഴിഞ്ഞ സമയത്ത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. വലിയ പെരുന്നാളിന് തൊട്ട് മുപ്പാടുള്ള റേഞ്ചിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അതായത് ഒരു മെയ് ജൂൺ കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ റിജേറിൻ്റെ ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അവിടുത്തെ കുട്ടികളുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ കുട്ടികളെ നോക്കാൻ പോയത്. അന്ന് നല്ല റഷായിരുന്നു കേട്ടോ. നമുക്കൊരു നല്ല കുട്ടികളെ എടുക്കണമെങ്കിൽ തന്നെ തിക്കും തിരക്ക്, ഏകാദശി വിളക്കും ആകെ തിക്കും തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തിൽ ഇപ്പോൾ സീസൺ അല്ലാത്ത സമയത്തായാൽ പോലും നമ്മൾ കുട്ടികളെ എടുത്തിരുന്നത്. നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കാനും പിടിക്കാനൊക്കെ പാടാണ്. പക്ഷേ ഈ ചെറു കുട്ടികൾ നമുക്ക് മഴ വരുമ്പോഴേക്കും സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. തൂക്കം കുറവുള്ള കുട്ടികളാണ്. എന്തെങ്കിലും നമ്മുടെ ഒരു പാകപ്പഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, സ്പോട്ടിൽ ഡെത്താണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം വീഡിയോ എടുക്കുമ്പോൾ ഇവന് കയ്യിനൊരു പരിക്ക് പറ്റിയിട്ടുള്ളൊരു പോത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 500 കിലോൻ്റെ റേഞ്ചിൽ. പോത്ത് നല്ല വലുപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം തടിയും കയറിയിട്ടുണ്ട്. 500 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കം ആയിട്ടുള്ളൊരു പോത്താണ്. അപ്പോൾ റിജേട്ടൻ നമ്മൾ ഉച്ചയിരുന്നിട്ടാണ് ചെന്നത്. അപ്പോൾ പോത്തുകളൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ലോഡ് വന്നിട്ടുള്ളൂ, തലേ ദിവസം വൈകുന്നേരം എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു റിജേട്ടൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ, അതായത് ഒരു മെയ് ജൂൺ കാലഘട്ടത്തിൽ കഴിഞ്ഞ വലിയ പെരുന്നാളിൻ്റെ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എന്നോട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് കൂടുതൽ ഇങ്ങനെയായിരുന്നു, നീ ഒന്ന് വളർത്തി അതിൽ നിന്ന് ആ വിലക്ക് എടുത്തിട്ടൊന്ന് വളർത്തി കാണിക്കുന്നു. അന്ന് 175-170 അങ്ങോട്ടായിരുന്നു. പക്ഷേ ഞാൻ 195 രൂപ കൊടുത്തു. ഒരെണ്ണമല്ല 4 എണ്ണം എടുത്തിട്ടുണ്ട്. വാശിപ്പുറത്ത് പറയണതല്ല, എനിക്ക് അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നതല്ല കേട്ടോ, പക്ഷേ എനിക്ക് അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫാമിൽ നിന്ന് എടുത്ത് വളർത്തും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ദൈവം ആ സമയം നമുക്കൊന്ന് സെറ്റാക്കി തന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോത്തുങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ നിങ്ങൾ. ഇവനൊക്കെ ഒരു 4 കിലോ മാറ്റം വന്നിട്ടുണ്ട്. 3 കിലോനോ 4 കിലോനോ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു പോത്ത്. സുരേന്ദ്രയുടെ 94ൻ്റെ പോത്താണ് എടുത്തത്. അത് 1 കിലോനോ മാറ്റം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊന്നും റിജേട്ട് ഒരു തട്ടിപ്പും കാണിച്ചിട്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഞാൻ ഈ പോത്തിനെ തൂക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ചെന്നപ്പോൾ സെലക്ട് ചെയ്തിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തൂക്കിയിട്ടുള്ളതാണ്. പക്ഷേ പിറ്റത്തെ ദിവസം കാലത്ത് എനിക്ക് വീഡിയോ ഇട്ട് തന്നു. ഞാൻ പോത്തിനെ കൊടുന്നിട്ടാണ് ആ വീഡിയോ പോലും നോക്കിയത്. എന്ന് വെച്ചാൽ തൂക്കത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊരു 10-15 കിലോളം മേലെ 4 പോത്തും ഏകദേശം ഒരു 4 കിലോ മാറുമ്പോൾ തന്നെ 16 കിലോ മാറ്റം വരും. അപ്പോൾ എനിക്ക് ആകെ ഒരു 8 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോൻ്റെ ചോടൊക്കെയാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അതൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ റിജേനോട് പറഞ്ഞു, റിജയുടെ തൂക്കം ഏകദേശം നിങ്ങൾ തിരക്ക് കഴിയുമ്പോൾ സെയിലുള്ള ദിവസം എനിക്ക്, അതായത് ഞാൻ സെയിൽ തുടങ്ങുന്നതിൻ്റെ തലേന്ന് ദിവസം മാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെയിൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് എനിക്ക് എത്ര തൂക്കണം എന്നുള്ള ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ടെത്താൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ റിജയുടെ അത് കറക്റ്റായിട്ട് വീഡിയോ തന്നെ ഇട്ട് തന്നു. അപ്പോൾ നമ്മൾ തൂക്കം പറഞ്ഞൊരു വീട്ട് 10 കിലോൻ്റെ റേഞ്ചാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് വിഷയമാക്കിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയും വിശ്വാസമാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ആ വീഡിയോ പോലും നോക്കിയത്, റിജയുടെ ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്നേ നമ്മളെ അടുത്ത് കുറേ ആളുകൾ പറഞ്ഞിരുന്നു, ഈ ഒരെണ്ണം വളർത്തി കാണിക്കുക, ആ വില കൊടുത്ത് ഈ വില കൊടുത്ത്. ചന്തയിൽ ഇതിനേക്കാളും കഷ്ടമുണ്ടോ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുട്ടികളൊന്നും കിട്ടാനുമില്ല. ഇനി ചന്തയിൽ പോത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, കുട്ടികളെടുക്കാൻ പോകുന്നവർ ചന്ത കയറി എടുത്ത് അത്ര വലിയ ലാഭം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. പക്ഷേ 300 കിലോയ്ക്ക് മേലെയുള്ള പോത്താണെങ്കിൽ നമുക്ക് 150-160 റേഞ്ചിൽ കിട്ടാം ചന്തയിൽ. ഞാൻ പഠിച്ചൊരു പാട് ഇപ്പോൾ ചന്തയിൽ അതാണ് കേട്ടോ. അതായത് നമ്മൾ 300-400 കിലോ റേഞ്ചുള്ള പോത്തുകൾ ചന്തയിൽ നിന്ന് കയറി എടുക്കുകയാണെങ്കിൽ, സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 2-3 ചന്ത കയറിയ നല്ല വൃത്തിയുള്ള പോത്തുകൾ 300-350-400 റേഞ്ചിൽ